പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഉയരുന്ന പ്രധാന വിമർശനങ്ങളിലൊന്ന് അദ്ദേഹം നിരന്തരം നടത്തുന്ന വിദേശയാത്രകളാണ്. ഗൗരവതരമായ വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ട സമ്മേളനങ്ങളിൽ പോലും അദ്ദേഹം ഹാജരാകാറില്ല. എന്നാൽ അനാവശ്യമായി രാജ്യങ്ങളിൽ ട്രിപ്പ് പോകുന്നു എന്ന വിമർശനമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. അക്കാര്യം മുൻനിർത്തിയുള്ള പ്രതിപക്ഷ നീക്കത്തിന്റെ ഭാഗമായാണ് രാജ്യസഭയിൽ CPI MP വി ശിവദാസൻ, SP-യുടെ സഞ്ജയ് സിംഗ് എന്നിവർ ചേർന്ന് പ്രധാനമന്ത്രിയുടെ വിദേശയാത്രയുടെ ചെലവ് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ഇന്ന് രാജ്യസഭയിൽ ഉയർത്തിയത്. ഇതിന് മറുപടിയായി വിദേശകാര്യ മന്ത്രാലയം നൽകിയ വിവരങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ്. കഴിഞ്ഞ 5 വർഷം, പ്രത്യേകിച്ച് 8 മാസം മാത്രം പിന്നിടുന്ന ഈ വർഷം മാത്രം മോദി നടത്തിയ വിദേശയാത്രകളുടെ ചെലവ് കേട്ടാൽ തലയിൽ കൈവച്ചു പോകും. ഇതിൽ പല യാത്രകളും പ്രത്യേകിച്ച് ഒരു കരാറുകളിലും ഒപ്പുവെക്കാതെ അവാർഡുകളും പുരസ്കാരങ്ങളും മാത്രം സ്വീകരിക്കാനായി നടത്തി എന്ന വിമർശനം കൂടി ഉയരുന്നുണ്ട്. എന്തായാലും പൊതുഖജനാവിൽ നിന്ന് ഇത്രയും വലിയ തുക ചെലവഴിച്ച് നിരന്തരം ഈ യാത്ര നടത്തുന്നത് എന്തിനാണ് എന്ന ചോദ്യമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. സമീപകാലത്ത് പ്രധാനമന്ത്രി നടത്തിയ യാത്രകളുടെ ചിലവ് കണക്കുകളിലേക്കാണ് ന്യൂസ് ഡീകോഡ് ഇനി പോകുന്നത്. പ്രധാനമന്ത്രിയുടെ വില കൂടിയ വിദേശയാത്രകൾ. അപ്പോൾ കഴിഞ്ഞ ഒരു സമീപ വർഷങ്ങളിലും ഒപ്പം ഈ 8 മാസം മാത്രം പിന്നിടുന്ന ഈ വർഷവും എവിടെയൊക്കെ നരേന്ദ്രമോദി യാത്രകൾ നടത്തി, അതിനൊക്കെ എന്ത് ചെലവ് വന്നു എന്ന് വേഗത്തിലൊന്ന് നോക്കി വരാം നമുക്ക്. മലേഷ്യ. ഈ വർഷം ആദ്യം അദ്ദേഹം നടത്തിയ സന്ദർശനം മലേഷ്യയിലേക്കാണ്. ഫെബ്രുവരി 7 മുതൽ 8 വരെയായിരുന്നു. എന്ന് വെച്ചാൽ ഒരു ഒറ്റ ദിവസത്തെ സന്ദർശനം മാത്രമായിരുന്നു, ഹ്രസ്വ സന്ദർശനമായിരുന്നു അത്. അതിന് ചെലവായ തുക 5.57 കോടി രൂപയാണ്. കൃത്യമായി പറഞ്ഞാൽ 5,57,17,369 രൂപയാണ് മലേഷ്യൻ സന്ദർശനത്തിനായി കേന്ദ്ര സർക്കാർ മാറ്റിവെച്ചത്. അടുത്തത് ഈ വർഷം രണ്ടാമതായി നടത്തിയത് അദ്ദേഹം ഫെബ്രുവരി 7 മുതൽ 8 വരെ, ഫെബ്രുവരി 25 മുതൽ 26 വരെ ഇസ്രായേലിലേക്ക് നടത്തിയ യാത്രയായിരുന്നു. വലിയ വിമർശനങ്ങൾ അക്കാര്യത്തിൽ ഉയർന്നതാണ്. ഇസ്രായേൽ സന്ദർശനത്തിന് വേണ്ടി വന്ന ചെലവ് 11.92 കോടിയാണ്. കൃത്യമായി പറഞ്ഞാൽ 11,92,25,938 രൂപയാണ് ഇസ്രായേൽ സന്ദർശനത്തിനായി കേന്ദ്ര സർക്കാർ മാറ്റിവെച്ചത്. ഇനി UAE-ൽ നിന്ന് തുടങ്ങി യൂറോപ്യൻ രാജ്യങ്ങളിലൂടെ കറങ്ങിയ അദ്ദേഹത്തിൻ്റെ സന്ദർശനത്തിന് വേണ്ടി വന്ന ചെലവാണ്. അത് മെയ് 15 മുതൽ 20 വരെയായിരുന്നു ആ പര്യടനം. 33.6 കോടി രൂപയാണ് അതിൽ ചെലവ് വന്നത്. എന്ന് വെച്ചാൽ UAE-ലാണ് അദ്ദേഹം ആദ്യം പോയത്. അവിടെ നിന്ന് നെതർലൻഡ്സിലേക്ക് പോകുന്നു, സ്വീഡനിലേക്ക് പോകുന്നു, ഷെങ്കൻ രാജ്യങ്ങളിലൊക്കെ അദ്ദേഹം കറങ്ങുന്നു, നോർവേ, ഇറ്റലി, ഇങ്ങനെ മൊത്തം 5 രാജ്യങ്ങളിൽ. അതിൽ UAE-ലേക്കുള്ള ചെലവ് 1,67,67,864 ആണ്. നെതർലൻഡ്സിലേക്ക് 3,59,99,000. ഇനി സ്വീഡനിലേക്കാണെങ്കിൽ 6,32,00,000. ഇനി നോർവേയിലേക്കാണെങ്കിൽ 17,46,50,390. ഇറ്റലിയിലേക്കാണെങ്കിൽ 4,23,88,557. അങ്ങനെ മൊത്തം UAE-ൽ തുടങ്ങി ഷെങ്കൻ രാജ്യങ്ങളിലൂടെ എല്ലാം ഒന്ന് കറങ്ങി വന്നതിന് ആകെ വന്ന ചെലവ് 33.6 കോടി രൂപയാണ്. ഇനി അടുത്ത സന്ദർശനം അത് ഫ്രാൻസിലേക്കും സ്ലൊവാക്യയിലേക്കുമാണ്. ജൂൺ 13 മുതൽ 18 വരെ നീളുന്ന 5 ദിവസം നീണ്ടൊരു സന്ദർശനമായിരുന്നു അത്. അതിൽ സ്ലൊവാക്യയിൽ സന്ദർശനം നടത്താൻ വേണ്ടി മാത്രം വന്നത് 4.77 കോടി രൂപയാണ്. ഫ്രാൻസിലേക്കോ എന്നൊരു ചോദ്യം ഉണ്ടാകും. അതിന് കൃത്യമായ വിവരം ഇന്ന് പാർലമെൻറ്റിൽ വിദേശകാര്യ മന്ത്രാലയം നൽകിയിട്ടില്ല. എന്ന് വെച്ചാൽ കമ്പൈലേഷൻ ഓഫ് ബിൽസ് ഇസ് സ്റ്റിൽ അണ്ടർ വേ. അതിനെ കണക്കുകൾ കൂട്ടിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ എന്നാണ് ഇന്ന് വിദേശകാര്യ മന്ത്രാലയം നൽകിയ വിവരം. എന്തായാലും സ്ലൊവാക്യയിൽ പോയി വന്നതിന് 4,77,00,000 രൂപയാണ് ചെലവ് വന്നിരിക്കുന്നത്. ഇനി അടുത്തത് സീഷെൽസ് എന്ന രാജ്യത്തിലേക്ക് പോയതിനുള്ള ചെലവാണ്. അപ്പോൾ സീഷെൽസ് എന്ന രാജ്യത്തൊക്കെ സന്ദർശനം നടത്തുമ്പോൾ എന്തെങ്കിലും വലിയ കരാറുകൾ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഒപ്പുവെക്കാനുണ്ടോ, എന്തെങ്കിലും ഉടമ്പടികൾ ഒപ്പുവെക്കാനുണ്ടോ എന്ന ചോദ്യമൊക്കെ ആ ഘട്ടത്തിൽ ഉയർന്നതായിരുന്നു. എന്തായാലും സീഷെൽസിൽ നിന്ന് വലിയൊരു പുരസ്കാരമൊക്കെ അദ്ദേഹം നേടുകയും ചെയ്തിരുന്നു. ജൂൺ 27 മുതൽ 29 വരെ നീണ്ട 2 ദിവസത്തെ സന്ദർശനമായിരുന്നു. അതിന് ചെലവഴിച്ച തുക 8,22,00,000. കൃത്യമായി പറഞ്ഞാൽ 8,22,03,329 രൂപയാണ് സീഷെൽസിൽ 2 ദിവസത്തെ സന്ദർശനത്തിനായി പോയി വരാൻ കേന്ദ്ര സർക്കാർ മാറ്റിവെച്ചത് എന്നതാണ്. അടുത്തത് സ്വീഡനിലേക്കുള്ള സന്ദർശനത്തിന് വന്ന ചെലവ് 6.3 കോടി രൂപയാണ്.
യെസ്, ഇനിയാണ് ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് ഇനി 3 രാജ്യങ്ങളിൽ കറങ്ങാൻ വേണ്ടിയുള്ള ഒരു പര്യടനം. അത് ജൂലൈ 6 മുതൽ 11 വരെ 5 ദിവസം നീണ്ട ഒരു പര്യടനം സന്ദർശനമായിരുന്നു. അതിന് വേണ്ടി വന്ന തുക 10,49,00,000 അതിൽ തന്നെ ഓരോ രാജ്യങ്ങൾ തിരിച്ചു നോക്കുകയാണെങ്കിൽ ഇന്തോനേഷ്യയിൽ പോയി വരാൻ 3,87,13,468 രൂപ. ഇനി ഓസ്ട്രേലിയയിലേക്കാണെങ്കിൽ 1,18,30,810 രൂപ. ന്യൂസിലാൻഡിലേക്കാണെങ്കിൽ 5,43,63,41 രൂപയും ചെലവ് വന്നു എന്നാണ് ഇന്ന് വിദേശകാര്യ മന്ത്രാലയം തന്നെ നൽകിയ കണക്കുകളിൽ പറയുന്നത്. അപ്പോൾ ഇനി മൊത്തം ഈ വർഷം ഈ 8 മാസത്തിനിടയിൽ നടത്തിയ യാത്രകളുടെ മൊത്തം ചെലവെന്ന് നോക്കാം. 2026 8 മാസം 6 യാത്രകൾ 74.59 കോടി, 74,59,00,000 രൂപയാണ് ഈ വർഷം മാത്രം 6 യാത്രകൾക്കായി നരേന്ദ്രമോദി പ്രധാനമന്ത്രിക്ക് ചെലവായത് എന്നുള്ള കണക്കാണ് ഇന്ന് വിദേശകാര്യ മന്ത്രാലയം തന്നെ രാജ്യസഭയിൽ വി ശിവദാസൻ MP അടക്കമുള്ള MP-മാരുടെ ചോദ്യത്തിന് മറുപടിയായി നൽകിയത്. ഇനി ഇത് ഈ വർഷത്തെ കണക്കാണല്ലോ. ഇനി 2025 എത്ര രാജ്യങ്ങൾ സന്ദർശിച്ചു, അതിന് എത്ര കോടി വന്നു എന്നതുകൂടി നോക്കാം. നോക്കൂ, 2025 25 രാജ്യങ്ങളാണ് നമ്മുടെ 23 രാജ്യങ്ങളാണ് നമ്മുടെ പ്രധാനമന്ത്രി സന്ദർശിച്ചത്. അതിനാകെ വന്ന ചെലവ് 187.83 കോടി രൂപയാണ്. അത് 2025 കണക്കാണ്. 2024 കണക്കിലേക്ക് പോയാൽ 16 രാജ്യങ്ങളാണ് അദ്ദേഹം സന്ദർശിച്ചത്. 109.51 കോടി രൂപയാണ് അതിന് ചെലവായത്. ഇപ്പോൾ 2024 അപേക്ഷിച്ച് 2025 വരുമ്പോൾ അദ്ദേഹം 8 രാജ്യങ്ങളധികം സന്ദർശനത്തിനായി തിരഞ്ഞെടുത്തു എന്നുള്ളതും കൂടി കാണണം. ഇനി 2021 മുതൽ 25 വരെ എന്ന് വെച്ചാൽ നമ്മൾ ഈ ഓരോ വർഷങ്ങളിലും മോദി സന്ദർശിച്ച രാജ്യങ്ങളുടെ കണക്കുകളും ചെലവഴിച്ച തുകയുടെ കണക്കുകളും ഒക്കെ പറയുമ്പോൾ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും BJP-യുടെയും ഒക്കെ ന്യായീകരണം അതിലേക്ക് ഒരുപാട് രാജ്യത്തിന് സഹായകമാകുന്ന അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ വികസനത്തിനും വളർച്ചയ്ക്കുമൊക്കെ ഉപകരിക്കുന്ന ഒരുപാട് ഉടമ്പടികളും കരാറുകളും ഒക്കെ ഒപ്പിട്ടിട്ടാണ് മോദി തിരിച്ചു വന്നത്. വലിയ നിക്ഷേപം രാജ്യത്തുണ്ടായി എന്നൊക്കെയാണ് കേന്ദ്ര സർക്കാരിൻ്റെയും പ്രത്യേകിച്ച് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെയും ഒക്കെ വിശദീകരണം. അപ്പോൾ കഴിഞ്ഞ 2021 മുതൽ 25 വരെയുള്ള 4 വർഷക്കാലം വിദേശകാര്യ മന്ത്രാലയം പറയുന്നതനുസരിച്ച് ഈ സന്ദർശനങ്ങൾ കൊണ്ട് മാത്രം അതിലുണ്ടായ ഈ പര്യടനങ്ങളിൽ ഉണ്ടായ ഉടമ്പടികൾ കരാറുകൾ അതനുസരിച്ച് $38,180 കോടി നിക്ഷേപം രാജ്യത്തേക്ക് വന്നു എന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ വിശദീകരണം. അക്കാര്യത്തിൽ ഒരു കൃത്യമായ കണക്കുകൾ കിട്ടേണ്ടതുണ്ട്. എങ്കിൽ കൂടിയും ഈ 4 വർഷം മാത്രം പ്രധാനമന്ത്രി വിവിധ രാജ്യങ്ങളിൽ സന്ദർശിച്ചതുകൊണ്ട് വിവിധ അവിടുത്തെ രാഷ്ട്രനായകരുമായി ഒപ്പിട്ട കരാറുകളിലൂടെ രാജ്യത്തേക്ക് വന്ന നിക്ഷേപങ്ങളുടെ മൊത്തം കണക്കാണ് ഈ പറയുന്നത്. $38,180 കോടി നിക്ഷേപം. അപ്പോൾ സ്വാഭാവികമായും ഇനി ഈ വർഷത്തെ നിക്ഷേപം എത്ര വന്നു എന്ന് നോക്കണം. സീഷെൽസ് അടക്കമുള്ള ന്യൂസിലാൻഡ് അടക്കമുള്ള രാജ്യങ്ങളിലൊക്കെ വലിയ തുക ചെലവഴിച്ച് അദ്ദേഹം നടത്തിയ യാത്രയിൽ എത്ര വലിയ നിക്ഷേപം രാജ്യത്തേക്ക് വന്നു എന്ന കാര്യത്തിൽ കൂടി വിശദീകരണം ലഭിക്കണം. ഇനിയും ചോദ്യങ്ങൾ ഉണ്ടാകുമെന്ന് നമ്മൾ വിചാരിക്കുകയാണ്. അതിനൊക്കെ വിദേശകാര്യ മന്ത്രാലയം നൽകുന്ന മറുപടിയിൽ ഈ വിശദീകരണം ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുകയാണ്.